യവന്മാരെ സ്ഥാനാർത്ഥി ടിക്കറ്റിനുള്ള കടിപിടി കേട്ടാ. തോക്കുമെന്നറിഞ്ഞിട്ടും കോപ്പിട്ടിറങ്ങിയിരിക്കുന്നത് എന്തിനാ? പാർട്ടിയുടെ പരസ്യത്തിന്. ചിലരെ നേതാവാക്കണ്ടേ? ഒരു സംശയം, ജനങ്ങളെ സഹായിക്കാൻ MP ആകണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല കുട്ടപ്പൻ സാറേ, മറ്റുള്ളവർക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കയറി മത്സരിക്കുകയാണല്ലോ. കുട്ടപ്പൻ നേതാവ് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. മരണം വരെ മത്സരിക്കാൻ. എനിക്ക് മത്സരിക്കാനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. സാധ്യതാ ലിസ്റ്റിലുള്ളവർ കടിപിടി കൂടിയപ്പോ അനുനയ സ്ഥാനാർത്ഥിയായതാണ്. മഞ്ഞായാലും വെയിലായാലും മഴയായാലും എന്റെ മണ്ഡലത്തിൽ ഞാൻ സ്ഥിരമായി ഉണ്ടായിരുന്നു. അതെ അതെ, പക്ഷേ ജംഗ്ഷനിൽ വെച്ച ഫ്ലക്സ് ബോർഡിന് ലേശം മങ്ങലിട്ടുണ്ട് കേട്ടോ. പിന്നെ പരസ്പരം പോരടിക്കുന്നവരുടെ പേരുകൾ ലിസ്റ്റാക്കി അങ്ങ് തന്നെ പാർട്ടിക്ക് കൊടുത്തെന്ന് പത്രത്തിലുണ്ടായിരുന്നു. പത്രപ്രവർത്തനമെന്ന് മുതലാളിമാരുടെ ലാഭപ്രവർത്തി മാത്ര. ജനങ്ങളുടെ ഉത്കണ്ഠ വിറ്റ് കാശാക്കുകയാണ് പത്രപ്രവർത്തനം ചെയ്യുന്നത്. ഒരു മദ്യക്കുപ്പി ഉണ്ടെങ്കിൽ ആർക്കും പത്രവാർത്ത ഉണ്ടാക്കാം. ഞാൻ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള MP യാ. നെഗറ്റീവ് വോട്ട് രേഖപ്പെടുത്തപ്പെടുന്ന ശുപാർശ നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർത്തില്ലേ. ഞങ്ങളുടെ പാർട്ടി 24 മണിക്കൂറും ജാഗ്രതയില്ല. ഷാപ്പുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കാൻ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾ സ്വതന്ത്രരാണ്. അടച്ചിടാൻ ഒരു പാർട്ടി ആഫീസ് പോലുമില്ല. 45 വർഷം ഇന്ത്യ ഭരിച്ചിട്ടും അതൊന്നും ഞങ്ങൾ ഉണ്ടാക്കാത്തത് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ടാ. ഒരു കളർഫുൾ പേഴ്സണാലിറ്റി. എത്ര നേതാക്കളാ കീറിയ ഷർട്ടും റബ്ബർ ചെരുപ്പും ബാങ്ക് ലോക്കറിൽ വച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാവാം ഫ്ലെക്സ് ബോർഡറും പ്ലാസ്റ്റിക് ബോർഡറും ഇഷ്ടം പോലെ ഇട്ടിരിക്കുന്നത്. ഒരു ഉദ്ഘാടകനെ തിരഞ്ഞെടുക്കാൻ ഇത്രയും ശബ്ദമലിനീകരണത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ സംസാരിക്കുന്ന ശബ്ദം 60 ഡെസിബലാ. അതിൽ കൂടിയാൽ ഭ്രാന്ത് പിടിക്കും. അതൊക്കെ കൊണ്ട് തന്നെയാണ് ആൾക്കൂട്ടം ഭ്രാന്തരാണെന്ന് പറയുന്നത്. നമ്മൾ സമയം മെനക്കെടുത്ത് വോട്ട് കൊടുക്കണം, സംഭാവന കൊടുക്കണം, നികുതി കൊടുക്കണം, 5 വർഷം കൂടെ ഇലക്ഷൻ നടത്തി കൊടുക്കണം. അതിനെ കഷ്ടം രാവിലെ ഉണർന്ന ഇവരുടെ ചപ്പച്ചോറുകൾ വായിക്കുകയും വേണം. എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? ഭരണഘടനകൾ ഉയർത്തിപ്പിടിക്കാനല്ലേ? ഭരണഘടന ആരെങ്കിലും മാറ്റിവെച്ചാലോ? കേസുകൾ മാറ്റിവെക്കുന്നത് പോലെ ലോകത്തിൽ ധനികരും ദരിദ്രരും വേണം, വികലാംഗരും ബുദ്ധിമാന്മാരും വേണം, ധീരന്മാരും മണ്ടന്മാരും വേണം, ജാതിയും മതവും വേണം. ഭൂമിയിലെ ജീവികൾക്ക് താളം വേണ്ടേ? അർത്ഥം വേണ്ടേ? അഴിമതി ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? വക്കീലന്മാരുടെ കോട്ടും സൂട്ടും ഇന്ത്യൻ സാഹചര്യം പറ്റിയതല്ല. ടൈയുടെ ശരിയായ ഉപയോഗം പോലും ഇവിടെയുള്ളവർക്ക് അറിയില്ല. എന്തിനാണ് എല്ലാം ഈ വെസ്റ്റിൽ നിന്ന് കോപ്പി ചെയ്യുന്നത്? യുവർ ഓണർ, എല്ലാം വെസ്റ്റിൽ നിന്നല്ലേ പഠിക്കുന്നത്. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ വിറകൊള്ളുന്നവരെല്ലാം അവരുടെ ഭാഷയും വിദ്യാഭ്യാസവും മരുന്നുമല്ലേ ഉപയോഗിക്കുന്നത്. വിദേശത്ത് നടന്ന ലേലത്തിൽ ഗാന്ധിജിയുടെ ചെരുപ്പും കണ്ണടയും പാത്രവും എല്ലാം വിജയ് മല്യൻ എന്ന ലേലത്തിൽ പിടിച്ചിരിക്കണോ? അത് കുന്നംകുളത്തുകാരൻ നിർമ്മിച്ചതല്ലെന്ന് ആർക്കറിയാം. അല്ലേ തന്നെ ഗാന്ധിയുടെ കണ്ണട അമേരിക്കയിൽ എങ്ങനെ വരാനാ? ആണവക്കരാറിൽ ഇന്ത്യ ഒപ്പിട്ടതിന് സന്തോഷ സൂചകമായി ഓസ്കാറുകൾ എറിഞ്ഞു കൊടുത്തത്. ആ സ്നേഹത്തിന്റെ ഭാഗ്യപത്ര ഇതും. അവർക്ക് വേണമെങ്കിൽ കണ്ണടകൾ മ്യൂസിയത്തിൽ വെക്കാമായിരുന്നില്ലേ? 1.5 കോടി റിയൽ എസ്റ്റേറ്റുകാരന്റെ പോക്കറ്റിൽ വീണു. ഈ വിജയ് മല്യൻ ആരെന്നറിയാമോ? ഒരു മൃഗവേട്ടക്കാരനാ. ഇന്ത്യക്കാരനെ മദ്യം വഴിയും വിമാനം വഴിയും ആകാശം മുട്ടെ പറത്തുന്നയാൾ. വമ്പൻ മുതലാളി. നമ്മുടെ PJ ജോസഫിനെ ഭീമനാക്കിയ കിങ് ഫിഷർ വിമാനത്തിന്റെ ഉടമ. ഇനിയും ഇതുപോലെ എത്ര കണ്ണട ലേലം പ്രതീക്ഷിക്കാം. ജന്മം മുഴുവനും അഹിംസയ്ക്കും മദ്യത്തിനുമെതിരെ പ്രവർത്തിച്ച ഗാന്ധിജിയുടെ കണ്ണട വാങ്ങാൻ മദ്യം നിർമ്മിക്കുന്നയാൾ വേണ്ടി വന്നേ.